യെസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. ചിത്രം കാണാം അല്ലേ? ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു വൃത്തം കാണാം അല്ലേ? ഒരു സർക്കിൾ കാണുന്നില്ലേ? ഇതിൻ്റെ കേന്ദ്രമാണ്, സെൻറ്ററാണ് O എന്ന് പറയുന്ന ഒരു പോയിൻ്റ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ABCD വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അതായത് ഈ വൃത്തം എന്ന് പറയുന്ന നീല കളറിൽ കാണാം അല്ലേ? അതിലുള്ള പോയിൻ്റാണ് Aയും Bയും Cയും Dയും. അതും പറഞ്ഞിട്ടുണ്ട്. ABCD എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്ന് നമ്മളോട് ചോദിച്ചതാ. ആർ ദ ലൈൻസ് AB ആൻഡ് CD ആർ ഈക്വൽ? ABയും CDയും തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. AB എന്ന് പറയുന്ന ലൈൻ ഇതല്ലേ? CD എന്ന് പറയുന്ന ലൈൻ ഇതല്ലേ? ഈ രണ്ട് ലൈന് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കാണുന്നുണ്ടോ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എത്ര ത്രികോണങ്ങൾ കാണാം, എത്ര ട്രയാങ്കിൾ കാണാം? 2 കാണുന്നില്ല. ഒന്ന് ഇതാ ഇവിടെ കിടക്കുന്നു, ഒന്ന് തല തിരിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്നു. 2 ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിളിൽ ഒരു സൈഡല്ലേ ABയും, അടുത്ത ട്രയാങ്കിളിലെ സൈഡല്ലേ CD. അപ്പം ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിളാ, തുല്യ ത്രികോണങ്ങളാന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2 ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈക്വൽ അല്ലേ? ഈ 80 ഡിഗ്രി ഒന്നാമത്തെ ട്രയാങ്കിളാണ്. ഈ 80 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് അല്ലേ AB എന്ന് പറയുന്ന ലൈൻ? അതേപോലെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 80ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ CD? അപ്പം ഈക്വൽ ആംഗിളാണ് 80. ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, ഈ 80ൻ്റെ ഓപ്പോസിറ്റുള്ള ABയും ഈ 80ൻ്റെ ഓപ്പോസിറ്റുള്ള CDയും ഈക്വലാന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ ഒരേ നീളമാണെന്ന് പറയാലോ. അപ്പോൾ നമ്മുടെ എയിം എന്താ? ഈ കാണുന്ന 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? നമുക്കറിയാം എങ്ങനെയൊക്കെ 2 ത്രികോണങ്ങൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. നമ്മൾ 3 രീതികൾ പഠിച്ചു. ഒന്നാമത്തെ രീതി SSS അല്ലേ? സൈഡ്. അതായത് 2 ത്രികോണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ത്രികോണങ്ങളെ 3 സൈഡുകൾ തുല്യമാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇതൊരു 3, 4, 5, ഇതൊരു 3, 4, 5, ഇതിലുള്ള 3, 4, 5 തന്നെയല്ലേ ഇവിടെയുള്ളത്? ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ത്രികോണത്തിലെ 3 സൈഡ് രണ്ടാമത്തെ ത്രികോണത്തിലെ 3 സൈഡുകൾക്ക് തുല്യമാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾ തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. പിന്നെ നമ്മൾ രണ്ടാമതൊന്ന് പഠിച്ചു. എന്താണ്? ആംഗിൾ, സൈഡ് ആംഗിൾ. അതെന്തായിരുന്നു? ഒരു ത്രികോണം, ഇതൊന്ന് ഓർക്കാൻ വേണ്ടി മിസ് ഒന്നുകൂടി പറയുന്നു കേട്ടോ. ഒരു ത്രികോണത്തിൽ ഒരു 2 ആംഗിൾ എടുക്കുന്നു. ഇപ്പോൾ ഒരു 40ഉം 50ഉം. അതിൻ്റെ ഇടയിലുള്ള സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അടുത്ത ട്രയാങ്കിളിലും നമ്മൾ 40ഉം 50ഉം കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 5ആണ്. അതായത് 2 ആംഗിളും അതിനെ കണക്ട് ചെയ്യുന്ന സൈഡും, ഈ 40ഉം 50ഉം അതിനെ തൊട്ടും കൊണ്ടുള്ള ഈ 2 ആംഗിളിൻ്റെ നടുവിലല്ലേ 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ രണ്ടാമത്തെ ട്രയാങ്കിളും അതേപോലെ 40ഉം 50ഉം അതിൻ്റെ ഇടയിൽ 5 സെൻറ്റിമീറ്റർ. അതായത് 2 ആംഗിളും അതിൻ്റെ ഇടയിലുള്ള ഒരു സൈഡും. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ആംഗിൾ, സൈഡ് ആംഗിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ 2 ട്രയാങ്കിൾ എന്താണെന്ന് പഠിച്ചു? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പഠിച്ചു. മൂന്നാമത് നമ്മൾ അവസാനമായിട്ട് പഠിച്ചു, അതായത് സൈഡ്, നടുവിൽ ആംഗിൾ അല്ലേ? അതെങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു ത്രികോണത്തിൽ 2 ത്രികോണം എടുക്കുക. ഈ ത്രികോണത്തിൽ 5 സെൻറ്റിമീറ്റർ 6, ഇവിടെയുണ്ട് ഒരു 5, 6 എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിള്, ഇവിടെയുള്ള ആംഗിൾ ഇപ്പോൾ ഒരു 40 വിചാരിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ത്രികോണത്തിലെ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ രണ്ടാമത്തെ ത്രികോണത്തിലെ 2 സൈഡിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ അല്ലേ? സൈഡ്, ആംഗിൾ, സൈഡ്. 2 അറ്റത്ത് സൈഡുകൾ, അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ. അതാണ് SAS റൂള് അല്ലേ? അപ്പം ഒന്നാമത്തെ ട്രയാങ്കിൾ 5, 6 ഉണ്ട്, അതിൻ്റെ ഇടയിൽ 40 ഉണ്ട്. രണ്ടാമത്തെ ട്രയാങ്കിളും 5, 6 ഉണ്ട്, അതിൻ്റെ ഇടയിൽ 40 ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഈ 2 ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഈക്വൽ ട്രയാങ്കിളാ. അപ്പോൾ SSSഉം ASAയും SAS വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. 8ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോയാൽ ഇതിൻ്റെ മുന്നുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുക. നമുക്ക് ഈ 2 ട്രയാങ്കിൾ തുല്യമാണെന്ന് തെളിയിക്കണം. ഏതൊക്കെയാണ് ട്രയാങ്കിളിൻ്റെ പേരൊന്ന് പറഞ്ഞേ? ത്രികോണം, ഒന്നാമത്തെ ത്രികോണം ഏതാ? ABO. ശരിയല്ലേ? O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ത്രികോണം ABO എടുക്കുക. അതേപോലെ ത്രികോണം ഏതെടുക്കുക?
രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പേരെന്താ? CDO. ശരിയല്ലേ? ABOയും പിന്നെ ഏതാ? CDOയും. എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. ഇനി OCB എന്ന് വേണമെങ്കിൽ കൊടുക്കാം, OCD എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ODC എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ DCO എന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. ഈ 3 ലെറ്ററുകൾ അതിലുണ്ടായാൽ മതി. അപ്പോൾ മിസ് ഇവിടെ ABO എന്നും CDO എന്നും കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരേപോലെ. CDO. 2 ത്രികോണങ്ങൾ, ത്രികോണത്തിൻ്റെ സിമ്പലാണ് കേട്ടോ എഴുതിയത്. ഈ 2 ത്രികോണത്തിൽ നമ്മൾ ഏത് റൂള് വെച്ചിട്ട് നമുക്ക് പറയാം? SSS പറ്റുമോ? ഇതിൽ 3 സൈഡും ഇതിൽ 3 സൈഡിന് ഈക്വലാന്ന് പറയാൻ ഇതിലേതെങ്കിലും സൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് തെളിയിക്കേണ്ടത് ഈ 2 സൈഡും തുല്യമാണെന്നാ. അപ്പോൾ ഈ റൂള് പറ്റൂല. ഇനി നിങ്ങൾ നോക്ക്, നമുക്ക് ഏത് വെച്ച് നമുക്ക് ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് റൂളാണ് എടുക്കേണ്ടതെന്ന്. ഇവിടെ നോക്ക്, ഒന്നാമത്തെ ട്രയാങ്കിളിൽ ഈ AO എന്ന് പറയുന്ന സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഇതിന് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എന്താ മിസ്സ് പറഞ്ഞത്? ഇവിടെ മിസ്സ് കാണിക്കുന്നു AO. ഈ AO എന്ന് പറയുന്ന സൈഡ് ഒന്നാമത്തെ ട്രയാങ്കിളാണ്. ഈ AO എന്ന് പറയുന്ന സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ OC എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണോ? എടാ, ഇതൊരു സർക്കിളല്ലേ? ഇത് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ? സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈനെ അല്ലേ നമ്മൾ റേഡിയസ് എന്ന് വിളിച്ചത്? ശരിയല്ലേ? ആരം ഓർമ്മയില്ലേ? സർക്കിൾ ഒരു വട്ടം വരച്ച് കഴിഞ്ഞാൽ അതിലൊരു പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള കേന്ദ്രത്തിലേക്കുള്ള ദൂരമല്ലേ നമ്മൾ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വൃത്തത്തിൽ റേഡിയസ് എപ്പോഴും ഈക്വൽ അല്ലേ? ഇത് 5 ആണെങ്കിൽ ഇവിടെയൊക്കെ 5 തന്നെ വരും അല്ലേ? റേഡിയസ് ആരങ്ങളുടെ നീളം മാറ്റം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത് O എന്ന് പറയുന്നത് കേന്ദ്രമാണെങ്കിൽ ഈ AO എന്ന് പറയുന്നത് ഒരു ആരമല്ലേ? OC എന്ന് പറയുന്നതും ഒരു റേഡിയസ് അല്ലേ? കാരണം വൃത്തത്തിലെ കേന്ദ്രമാണ് C എന്ന് പറയുന്ന പോയിന്റ്. C എന്ന് പറയുന്ന പോയിന്റിൽ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന നീളമല്ലേ CO എന്ന് പറയുന്ന ഈ ലൈന്? അപ്പം ഇതും ആരമല്ലേ? അപ്പം AOയും OCയും ആരങ്ങളാണ്. 2 റേഡിയസും ഒരേ നീളങ്ങളായിരിക്കൂലേ? അപ്പം നമുക്ക് എന്തെഴുതാം? എന്തെഴുതാം? AO = OC എന്ന് എഴുതാം. കാരണം എന്താ? റേഡിയസ് ആണ് അല്ലേ? റേഡിയസുകളാണ്, ആരങ്ങളാണ്. ആരങ്ങൾ, റേഡിയസിൻ്റെ പ്ലൂരൽ ഫോമാണ് റേഡിയൈ കേട്ടോ. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. ഒരേ സർക്കിളിൻ്റെ റേഡിയസുകൾക്ക് ഒരേ നീളമായിരിക്കും അല്ലേ? അതായത് ഒരേ വൃത്തത്തിലെ ആരങ്ങൾ എന്ന് എഴുതാം. ശരിയല്ലേ? ഒരേ വൃത്തത്തിൽ ആരങ്ങളാണ്. അപ്പോൾ ആരങ്ങൾക്ക് ഒരേ നീളം. അപ്പോൾ ഇതും തുല്യമായി. ഇനി അതേപോലെ ഈ നീളവും തുല്യമാവില്ലേ? കാരണം എന്താ? ഒന്നാമത്തെ ട്രയാങ്കിളിലെ ഒരു വശമാണ് OB, രണ്ടാമത്തേലാണ് OD അല്ലേ? ഇതിലുള്ള ഒരു വശമല്ലേ OD? ഇതെങ്ങനെയാണ് തുല്യമാവുന്നത്? എടോ, ഇതും ഈ B എന്ന് പറയുന്ന വൃത്തത്തിലൊരു പോയിന്റ്, O എന്ന് പറയുന്നത് കേന്ദ്രം. അപ്പം കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള നീളം ഇതും ആറല്ലേ? റേഡിയസ് അല്ലേ? ആരമല്ലേ? ഇതും ആരമല്ലേ? അപ്പം ഈ വൃത്തകേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്നതൊക്കെ ആരങ്ങളാണ്. അപ്പോൾ ഇവിടെ OBയും ODയും ആരമല്ലേ? ആരത്തിന് ഒരേ നീളമല്ലേ? റേഡിയസിന്. അപ്പം നമുക്ക് എന്തെഴുതാം? BO = OD എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? BOയും ആരമാണ്, ODയും ആരമാണ്. ആരങ്ങൾക്ക് ഒരേ നീളമാണ് അല്ലേ? സെയിം റീസൺ തന്നെ. റേഡിയൈ ഓഫ് സെയിം സർക്കിള്, അതായത് ഒരേ വൃത്തത്തിലെ ആരങ്ങളാണെന്ന് ബ്രാക്കറ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേ നീളമാണ്, ഇതും ഒരേ നീളമാണ്. ഇനി ഇവിടെ ഏതെങ്കിലും ആംഗിൾ സെയിം ആണോ നോക്ക്. ഇവിടെ ഒരു 80 ഡിഗ്രി എന്ന് തന്നിട്ടില്ലേ? ഈ 80 ഡിഗ്രീനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ കോണിൻ്റെ പേര് പറ. എയിൽ നിന്ന് തുടങ്ങി Oയിലെത്തി ബിയിലേക്ക് പോയി അല്ലേ? അതായത് ആംഗിൾ AOB എന്ന് പറഞ്ഞൂടെ? എന്ത് പറയാം? ആംഗിൾ AOB എന്തിന് തുല്യമാണ്? രണ്ടാമത്തെ ട്രയാങ്കിൾ കണ്ടോ? രണ്ടാമത്തെ ത്രികോണത്തിലെ ഈ ആംഗിളിന് തുല്യമല്ലേ? ഇതും 80. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? സിയിൽ നിന്ന് തുടങ്ങി Oയിലെത്തി ഡിയിലേക്ക് പോയി. അതായത് COD എന്ന് പറയാം അല്ലേ? COD. ഈ ആംഗിളും തുല്യമാണ്, അതായത് COD. ശരിയല്ലേ? അതിന് കാരണം ഇത് രണ്ടും എന്താ? 80 ഡിഗ്രി എന്ന ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് ഒന്നാമത്തെ ട്രയാങ്കിളിലെ ആംഗിളാണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആംഗിളാണ്. അപ്പം നമ്മൾ ഈ 2 ട്രയാങ്കിളും ഈക്വലാന്ന് കിട്ടിയോ? നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ട്രയാങ്കിളിലെ 2 സൈഡും
അതിൻ്റെ ഇടയിലുള്ള ആംഗിള് രണ്ടാമത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആയില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഏതായിരുന്നു റൂള്? SAS റൂളിലെ ഈ സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈ സൈഡിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആയില്ലേ? അപ്പോൾ ബൈ SAS റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിള് ഈക്വലാന്ന് പറയാം അല്ലേ? therefore ആയതുകൊണ്ടാണ് കേട്ടോ ഈ 3 കൊടുത്ത്. ട്രയാങ്കിൾ ABO ആൻഡ് ത്രികോണം CDO ആർ ഈക്വൽ. അതായത് ത്രികോണം ABOയും ത്രികോണം CDOയും തുല്യമാണെന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞത് ABCD ഒരേ നീളമാണെന്നാ. ഈ ABക്കും CDക്കും ഒരേ നീളമാണെന്ന് കിട്ടിയില്ലേ? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ നമുക്കറിയാം 3 വശങ്ങളും പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് തുല്യമായ കോണിനെതിരെയുള്ള വശം തുല്യമായിരിക്കും. ഈ 80 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് അല്ലേടാ ഈ AB എന്ന് പറയുന്ന നീളം? ഈ 80ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ CD? അപ്പം AB എന്തിന് ഈക്വലാണ്? CDക്ക് ഈക്വലാന്ന് കിട്ടി. ശരിയല്ലേ? അപ്പം നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം? ലാസ്റ്റ് പറയുന്ന മിസ് ഇവിടെ ഇതിൻ്റെ ബാക്കി ഇവിടേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് എന്ത് പറയാം ഇവിടെ? AB ഈക്വൽ ടു CD എന്ന് പറയാം. കാരണം എന്താ? ഈക്വൽ ഇത് രണ്ട് ഈക്വൽ എന്താ? സൈഡ്സ് ഓഫ് ഈക്വൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു അല്ലേ? ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ. അതായത് ഒരേ ആംഗിളിൻ്റെ അല്ലേ ഒരേ കോണുകളുടെ എതിരെയുള്ള വശം എന്ന് പറഞ്ഞൂടെ? ആ 80 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് അല്ലേ രണ്ട് വശങ്ങളും വരുന്നത്? അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ 80 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റാണ് AB, രണ്ടാമത്തതിൻ്റെ 80ൻ്റെ ഓപ്പോസിറ്റാണ് CD. അപ്പോൾ ഒരേ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ നീളവും തുല്യമായി എന്ന് കിട്ടി. പ്രൂഫ് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ടാണ് പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. തുല്യമാണെന്ന് തെളിയിക്കുക. ഇത് രണ്ടും ആരങ്ങൾക്കിടയിലുള്ള കോണുകളും തുല്യ. അപ്പോൾ നമുക്ക് SAS റൂള് വെച്ചിട്ട് ഈ രണ്ട് ത്രികോണം തുല്യമാണെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ 80ൻ്റെ ഓപ്പോസിറ്റ് ഈക്വലാന്ന് പറഞ്ഞു. കിട്ടിയല്ലോ. ഇനി ഒരു ചോദ്യം കൂടിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഈ പോർഷനിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നോക്ക്, ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാം. കാണുമ്പോൾ എന്തൊക്കെയോ സംഭവമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ സിമ്പിളാണ്. അടുത്ത ചോദ്യത്തിൽ നോക്ക്, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൃത്തമുണ്ട് അല്ലേ? വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് O എന്ന് പറയുന്നത്. എന്നിട്ട് AOB അതേപോലെ AOC എന്നീ കോണുകൾ തുല്യമാണ്. AOBയും AOCയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഏതാ AOB? ഇത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ റെഡ് കളറിൽ. ഇത് Aയിൽ നിന്ന് തുടങ്ങി Oയിലെത്തി Bയിലേക്ക് പോകുന്നു. ഇതാണ് AOB എന്ന് പറയുന്നത്. അതേപോലെ AOC എന്ന് പറയുന്നതോ Aയിൽ നിന്ന് തുടങ്ങി Oയിലെത്തി Cയിലേക്ക് പോകുന്നു. ശരിയല്ലേ? അപ്പോൾ AOBയും AOCയും ഈ രണ്ട് ആംഗിൾസ് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മളോട് പറഞ്ഞു ഈ Aയും Bയും Cയും ഒക്കെ എന്താ? ഈ വൃത്തത്തിലുള്ള പോയിൻ്റ് അല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വൃത്തത്തിൻ്റെ മുകളിലല്ലേ? അതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് ABയും ACയും ഈക്വൽ ആണോ എന്ന്. AB എന്ന് പറയുന്നത് ഈ ലൈനല്ലേ? AC എന്ന് പറയുന്നത് ഈ ലൈനല്ലേ? ഈ രണ്ടിൻ്റെയും നീളം തുല്യമാണോ? അതായത് ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണ്, ഇതും 10 തന്നെ ആയിരിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വശങ്ങൾ വരുന്ന രണ്ട് ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ നോക്ക്, ഈ AOB എന്ന് പറഞ്ഞ ഈ ഒരു ത്രികോണം ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ത്രികോണം കണ്ടോ? അതും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ത്രികോണം കണ്ടോ? ഈ രണ്ട് ത്രികോണങ്ങൾ, അതായത് AOC ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു.
ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എ ബിയും എ സിയും ഈക്വലാണ്. കാരണം ഈ റെഡ് കളറിലുള്ള രണ്ട് ആംഗിൾ സെയിം അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ എ ബി, അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ എ സി. രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് തുല്യമല്ലേ. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള എ ബിയും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള എ സിയും ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താവണം, ഈ എ ഒ ബി എന്ന് പറയുന്ന ത്രികോണവും എ ഒ സി എന്ന് പറയുന്ന ത്രികോണവും തുല്യമാണെന്ന് തെളിയിക്കണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. ഏതൊക്കെയാ? ത്രികോണം എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി. ഓക്കെ, എങ്ങനെ വേണം പേരെടുക്കാം കേട്ടോ. ഇനി എ സി ഒന്നോ തിരിഞ്ഞും മറിഞ്ഞും പേരെങ്ങനെ മാറിയാലും കുഴപ്പമില്ല, ഒന്നും ബൈഹാർട്ട് പഠിക്കരുത്. ക്ലിയർ അല്ലേ? എ ഒ ബി എന്ന് പറയുന്ന ഇതും എ ഒ സി എന്ന് പറയുന്ന ഇതും. ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ സൈഡുകൾ ഈക്വലായിട്ട് വരാനുള്ള സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇവിടെയുള്ള ഒന്നാമത്തെ ത്രികോണത്തിലുള്ള ഒരു സൈഡല്ലേ എ ഒ. ഈ എ ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ആരാ? നേരത്തെ പറഞ്ഞ പോലെ വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന ലൈനല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയാം. അപ്പോൾ ഈ എ ഒ എന്ന് പറയുന്നത് ഒരു റേഡിയസ് അല്ലേ, അതേപോലെ ഒ ബി എന്ന് പറയുന്നത് ഒരു റേഡിയസ് അല്ലേ. അപ്പം എ ഒൻ്റെ നീളവും ഒ ബിയുടെ നീളവും എന്ന് പറയുന്നത് തുല്യമായിരിക്കില്ലേ? ഒരു വൃത്തത്തിൽ രണ്ട് ആരങ്ങൾ ഉണ്ടാവുമോ? ഈ ആരവും ഈ ആരവും ഒരേ നീളമായിരിക്കില്ലേ? ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഈ ഒന്നാമത്തെ സൈഡിലെ, അതായത് ഈ ഒന്നാമത്തെ ട്രയാങ്കിളിലുള്ള ഈ സൈഡ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ വശത്തിന് ഈക്വൽ ആയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എ ഒയും ഒ ബിയും സെയിമാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മിസ്സ് പറഞ്ഞ എ ഒയും ഒ ബിയും ഒരേ ത്രികോണത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ ഒരു സൈഡ് മറ്റേ ത്രികോണത്തിൻ്റെ മറ്റേതിന് ഈക്വൽ ആവണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മാറ്റി പറയാം. എ ഒ ബി എന്ന് പറയുന്ന ഈ ത്രികോണത്തിലെ ഒരു സൈഡാണ് ഒ ബി. ശരിയല്ലേ? എ ഒ ബിയിൽ ഒരു വശമാണ് ഒ ബി. അതേപോലെ എ ഒ സിയിൽ ഒരു വശമല്ലേ ഒ സി എന്ന് പറയുന്നത്. ഈ രണ്ട് സൈഡുകളും തുല്യമല്ലേ? കാരണം ഒ ബി എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ് അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഒ ബി. സി എന്ന് പറയുന്ന വരയിൽ നിന്ന് ഒയിലേക്ക് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഒ സി. ഈ രണ്ടിനും ഒരേ നീളമായിരിക്കും, കാരണം ഇത് രണ്ടും ആരങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒ ബി ഈക്വൽ ടു ഒ സി എന്ന് എഴുതാം. കാരണം ഇതെന്താ? റേഡിയസുകളാണ് അല്ലേ. റേഡിയസിൻ്റെ പ്ലൂരൽ ഫോമാണ് റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്. ശരിയാണല്ലോ. അപ്പോൾ ഒരേ വൃത്തത്തിൽ ആരങ്ങളാണ് കിട്ടി, ഒ ബിയും ഒ സിയും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഏതെങ്കിലും സൈഡ് ഈക്വൽ ആണോ എന്ന്. ഈ ത്രികോണത്തിലെ ഒരു സൈഡല്ലേ എ ഒ എന്ന് പറയുന്ന സൈഡ്. ഒന്നാമത്തെ ഈ ഇടത് ഭാഗത്തേക്കുള്ള ത്രികോണത്തിൽ വരുന്നില്ലേ എ ഒ. അതേപോലെ തന്നെ വലത് ഭാഗത്തേക്കുള്ള ഈ എ ഒ സി എന്ന് പറയുന്ന ത്രികോണത്തിലും എ ഒ എന്ന് പറയുന്ന സൈഡില്ലേ. അതായത് ഈ എ ഒ എന്ന് പറയുന്ന സൈഡ് രണ്ട് ത്രികോണത്തിലും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എ ഒ ഈക്വൽ ടു എ ഒ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? എ ഒ ഈക്വൽ ടു എ ഒ അല്ലെങ്കിൽ ഒ എ, രണ്ട് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് കോമൺ അല്ലേ. ഈ ഫസ്റ്റ് എ ഒ മിസ് എടുത്തത് ഒന്നാമത്തെ ത്രികോണത്തിലാണ്. രണ്ടാമത്തെ ത്രികോണത്തിലും എ ഒ എന്ന് വരുന്നുണ്ട്. അപ്പോൾ എ ഒ ഈക്വൽ ടു എ ഒ എന്ന് എഴുതാം. കാരണം കോമൺ സൈഡാണ് അല്ലേ. രണ്ടിലും ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളങ്ങൾ തുല്യമല്ലേ. അതായത് കോമൺ സൈഡ് എന്ന് പറഞ്ഞാൽ പൊതുവായ വശമാണ്. അപ്പം ഒന്നാമത്തെ ത്രികോണത്തിലെ രണ്ട് സൈഡും അതേപോലെ ഇതിൽ ആംഗിൾ നോക്ക്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ അല്ലേ. ഈ എ ഒയുടെയും ഒ ബിയുടെയും ഇടയിലല്ലേ ഈ ആംഗിൾ വരുന്നത്. ആ ആംഗിളിൻ്റെ പേരൊന്ന് പറ. ആംഗിൾ എ ഒ ബി അല്ലേ. ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ഒ ബി ഈക്വൽ ടു ആംഗിൾ ഏതാ ചോദ്യത്തിൽ പറഞ്ഞത്? എ ഒ സി. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺ എ ഒ സിക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പം ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അതേപോലെ ഒന്നാമത്തെ ട്രയാങ്കിളിലെ ഈ രണ്ട് സൈഡും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ രണ്ടാമത്തെ ത്രികോണത്തിലെ രണ്ട് സൈഡിനും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളിനും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം ആംഗിൾ സൈഡ് ആംഗിൾ അല്ലേ, അതായത് സൈഡ് ആംഗിൾ അല്ലേ.
രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും, രണ്ട് സൈഡ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ രണ്ട് സൈഡിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാ? ഈക്വൽ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOC എന്താണ്? ആർ ഈക്വൽ അല്ല, അതായത് തുല്യ ത്രികോണങ്ങളാണ് എന്ന് കിട്ടി. ശരിയല്ലേ? തുല്യ ത്രികോണങ്ങളാണ്. നമുക്കറിയാം രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിൽ ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈക്വൽ അല്ലേ? അപ്പോൾ നോക്ക്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത രണ്ട് ആംഗിളും സെയിമാ. ഒന്നാമത്തെ ത്രികോണത്തിൽ ഈ റെഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ഈ AB എന്ന് പറയുന്ന സൈഡല്ലേ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. അതേപോലെ രണ്ടാമത്തേതിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് AC അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിൾ സെയിം ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും ഈക്വൽ ആണ്. ലാസ്റ്റ് നമുക്ക് എന്ത് പറയാം? therefore AB ഈക്വൽ ടു AC. ശരിയല്ലേ? ABയുടെ നീളവും ACയുടെ നീളവും തുല്യമായിരിക്കും. ഇത് രണ്ട് നീളങ്ങൾ തുല്യമാണ്, കാരണം ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ അതിൻ്റെ കാരണം കൂടി എഴുതാം. സൈഡ്സ് ഓപ്പോസിറ്റ് ആരായിട്ട്? ടു ഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ ആർ ഈക്വൽ എന്ന് എഴുതാം അല്ലേ? അത് തുല്യമായിരിക്കും. അതായത് മലയാളത്തിൽ എന്തെഴുതാം? തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. വശങ്ങൾ തുല്യം. ശരിയല്ലേ? അതുകൊണ്ടാണ് തുല്യമായ കോണിൻ്റെ എതിരെ വരുന്ന ഈ വശവും തുല്യമായത്. അപ്പം നമ്മൾ ഏത് പ്രോപ്പർട്ടി വെച്ചിട്ട് അത് പറഞ്ഞത്? ഒരു ത്രികോണത്തിലെ രണ്ട് സൈഡും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിള്, രണ്ടാമത്തെ ത്രികോണത്തിലെ രണ്ട് സൈഡിനും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ ASA റൂളിന് ഷോർട്ടാക്കി പറയാല്ലേ? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും എന്നറിയാം. തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ തുല്യം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ 4-5 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ചെറിയ ടോപ്പിക്കും അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ പോയിട്ട് ബാക്കി ക്ലാസ്സുകൾ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്